എടയൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ 2026-27 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായാണ് ആകർഷകമായ ഈ കാർഷിക വിതരണ പദ്ധതിക്ക് തുടക്കമിട്ടത്. എടയൂർ മുളക് ഉൾപ്പെടെയുള്ള പച്ചക്കറി തൈകളും ജൈവവളവുമാണ് ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കിയത്. ഒരു യൂണിറ്റിൽ 15 എടയൂർ മുളക് തൈകൾ, തക്കാളി, വഴുതന, മറ്റു മുളകിനങ്ങൾ എന്നിവയുൾപ്പെടുന്ന 30 പച്ചക്കറി തൈകൾ, 5 കിലോ ജൈവവളം എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെറും 20 രൂപ മാത്രമാണ് 5 കിലോ ജൈവവളത്തിനുള്ള ഗുണഭോക്തൃവിഹിതമായി ഈടാക്കുന്നത്. എടയൂർ കൃഷിഭവനിൽ നടന്ന വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര KP നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AK മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ഓരോ വാർഡിൽ നിന്നും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ 45 പേരെയാണ് ഈ ഘട്ടത്തിൽ പദ്ധതിക്കായി പരിഗണിച്ചത്. നിരവധി കർഷകരാണ് കൃഷിഭവനിലെത്തി തൈകളും വളവും കൈപ്പറ്റിയത്. നമ്മുടെ പുതിയ ജനകീയാസൂത്രണ പദ്ധതി 2026-27 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കർഷകർക്കുള്ള പച്ചക്കറി അടുക്കളത്തോട്ടം പച്ചക്കറിയുടെ വിതരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പങ്കെടുത്തിട്ടുള്ള എല്ലാ കർഷകരെയും നമ്മൾ സ്നേഹത്തോടെ ആദരിക്കുന്നു. സ്നേഹത്തോടെ അവർ നല്ല രീതിയിൽ തന്നെ ഈ കൃഷി ചെയ്ത് നല്ലൊരു വരുമാനം അവർക്ക് ഉണ്ടായി ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുക്കളത്തോട്ടം സാധാരണ എല്ലാവർക്കും വിഷരഹിത പച്ചക്കറി എന്ന ഒരു തത്വവുമായി ഈ ഓണത്തോടനുബന്ധിച്ച് എല്ലാ വീടുകളിലും എല്ലാ അടുക്കളയിലും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പച്ചക്കറി ഉൽപ്പാദിപ്പിക്കണം എന്ന ആശയത്തോടു കൂടിയാണ് എടയൂർ പഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പച്ചക്കറി തൈകളും എടയൂർ മുളകും വിതരണം ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരാൾക്ക് ഒരു യൂണിറ്റിന് 1000 യൂണിറ്റാണ് പഞ്ചായത്ത് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു യൂണിറ്റിൽ 15 എടയൂർ മുളകിന്റെ തൈയും 30 വിവിധ തരം പച്ചക്കറികളുടെ തൈയും അതിലേക്ക് 5 കിലോ വളമീൻ ആണ് ഇപ്പൊ ഇത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ പഞ്ചായത്തിലെ ഒരു 1000 യൂണിറ്റാണ്. ഇനിയും അതിന് ആളുകളുണ്ടെങ്കിൽ അപ്പൊ പഞ്ചായത്തിലെ ഫണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ഉണ്ടാക്കും എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത കർഷകരെല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഈ ചാനൽ ന്യൂസ് എടയൂർ. +2 ശേഷം നിരവധി ജോലി സാധ്യതകളുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരുക്കിയിരിക്കുകയാണ് നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി. പഠന പാഠ്യേതര രംഗത്തെ നിങ്ങളുടെ കഴിവുകളെ വളർത്തിയെടുക്കാനുള്ള അവസരങ്ങൾ ഉറപ്പാക്കുന്നു. ഹൈലി എക്യുപ്ഡ് ഫെസിലിറ്റീസോടുകൂടി ബ്ലഡ് ബാങ്ക് ആൻഡ് മെഡിക്കൽ ലബോറട്ടറി, MRI, CT, ഡിജിറ്റൽ എക്സ്റേ ഉൾപ്പെടെയുള്ള അഡ്വാൻസ്ഡ് മൊഡാലിറ്റീസോടുകൂടി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. പരിശീലനത്തിലൂടെ പഠിക്കാനായി ലാബ് സൗകര്യങ്ങളും മികച്ച ഡോക്ടേഴ്സും. കൂടാതെ ഡയാലിസിസ് ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ, അനസ്തെറ്റിക് ഡിപ്പാർട്ട്മെന്റ് പഠനത്തോടൊപ്പം പ്രാക്ടിക്കൽ സെക്ഷൻസും. നിങ്ങളുടെ കരിയർ മികവിനായി എക്സ്പീരിയൻസ് ടീച്ചേഴ്സും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള മാനേജ്മെന്റും. പാരാമെഡിക്കൽ ഫീൽഡിൽ ഏറെ സാധ്യതകളുമായി BSc ആൻഡ് ഡിപ്ലോമ കോഴ്സസ്. BSc ആൻഡ് ഡിപ്ലോമ ഇൻ റേഡിയോളജി ആൻഡ് ഇമാജിംഗ് ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഡിപ്ലോമ ഇൻ ഡെന്റൽ ഹൈജീൻ ആൻഡ് നഴ്സിംഗ് അസിസ്റ്റന്റ്. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ 049420840110 7034071111.